കുഴപ്പമില്ല. ബാക്കിയുള്ളവർ അതിഥി, കാർത്തിക്, വിവേക് ക്യാമറ ഓൺ ചെയ്തേ. പ്രണവെ ഞാൻ കാണുന്നില്ല, നീ ക്യാമറ ഓൺ ചെയ്. വിവേക് എപ്പോഴും ക്യാമറ ഓൺ ആക്കൂലടാ നീ, സാധാരണ ഓൺ ആക്കണേനല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതായിരുന്നു വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യാ? വേവ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ റേ ഒപ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഞാൻ അതിൽ പറയുന്നത് കേട്ടായിരുന്ന ഇന്റർഫറൻസ് ഇല്ല, കാരണം നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാരണം റേ ഒപ്റ്റിക്സ് കൊണ്ട് നമുക്ക് ഇന്റർഫറൻസ്, ഡയഫ്രാക്ഷൻ ഇതൊന്നും നമുക്ക്, ഫോർ എക്സാമ്പിൾ പോളറൈസേഷൻ, ഇതൊക്കെ വരുന്നതെല്ലാം എന്തില്ല? വേവിന്റെ അണ്ടറിലാണ് ഈ കോൺസെപ്റ്റ് എല്ലാം വരുന്നത്. ഇതൊന്നും നമുക്ക് റേ ഒപ്റ്റിക്സ് വെച്ചിട്ട് പോളറൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ എന്താണ്, ഇന്റർഫറൻസ് എന്താണ്, ഇതൊക്കെ എല്ലാം എന്തിന്റെ കൺസെപ്റ്റിൽ വരുന്നതാ? വേവിന്റെ കൺസെപ്റ്റിൽ വരുന്നതാ. അപ്പൊ ഇതൊന്നും നമുക്ക് റേ ഒപ്റ്റിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്ത് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചെറിയ ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ എന്നല്ല, ചാപ്റ്റർ അത്യാവശ്യം വലുതാണ്, പക്ഷെ നിങ്ങൾക്ക് പോർഷൻസ് ഡിലീറ്റഡ് ആണ് ഇതിൽ, അതുകൊണ്ട് ചെറുതായിട്ട് പഠിക്കാനില്ല. നേരത്തെ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ആയിരുന്നു ഹയസ്റ്റ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നുകൊണ്ടിരുന്നത്, പക്ഷെ അത്രയൊന്നും ഇല്ല. ജസ്റ്റ് ഇക്വേഷൻസ്, ഫോർമുലാസ് മാത്രം പഠിച്ചു വെക്കുക, പ്രോബ്ലം ചെയ്യുക, അതാണ് കൺസെപ്റ്റ്. പക്ഷെ ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പഠിപ്പിച്ചു പോവുള്ളൂ, എങ്ങനെയാ വന്നതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അത്രയും പറഞ്ഞു പോവുള്ളൂ. പക്ഷെ മെറ്റീരിയൽ കിട്ടിയില്ലേ, അതിലുള്ള പോയിന്റ്സ് തന്നെ കറക്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി. മെറ്റീരിയൽ അതങ്ങ് വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഡെറിവേഷൻസ് ആയാലും അത് നോക്കി അങ്ങ് പഠിച്ചാൽ മതി. അത്രയുള്ളതേ വരത്തുള്ളൂ. പിന്നെ പ്രോബ്ലംസ് നല്ല രീതിക്ക് ചോദിക്കും. അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസ് ഞാൻ ചെയ്യിപ്പിക്കും, ബാക്കി നമുക്ക് റിവിഷന്റെ ടൈമിൽ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് വേവ് ഒപ്റ്റിക്സിൽ ഫസ്റ്റ് വരുന്ന പോർഷൻ ആണ് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? ഈ വേവ് ഫ്രണ്ട് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അതായത് ഒരു വേവ് ഫ്രണ്ട് വരച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇപ്പൊ നമ്മളൊരു പോയിന്റ് സോഴ്സ് ആയിട്ട് കാണാം. വേവിന്റെ ഒരു കൺസെപ്റ്റ്, അതായത് ഒരു ഇമാജിനറി കൺസെപ്റ്റിലേക്ക് ഇത് കൊണ്ടുവരാം. വേവ് ഫ്രണ്ട് നമുക്ക് ഇതാണെന്നും പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇമാജിൻ ചെയ്യാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാ. ഒരു എന്താ പറയാ, ഒരു പോയിന്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. പോയിന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ റേസ് ഇങ്ങനെ വരക്കുക, അതായത് ഈക്വൽ ഡിസ്റ്റൻസിൽ റേസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റേസ് ഒക്കെ ജോയിൻ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു കറക്റ്റ് സെന്റിമീറ്ററിൽ ജോയിൻ ചെയ്യും. ഇപ്പൊ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 2 സെന്റിമീറ്ററിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഒരു എൻവലപ്പ് ഇങ്ങനെ വരക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാ, വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു വരച്ചേക്കുന്ന ഈ എൻവലപ്പിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഈ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു പോയിന്റ് സോഴ്സ് ആണ്. പോയിന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ലൈൻസ്, ഈക്വൽ ഡിസ്റ്റൻസിൽ ലൈൻസ് വരച്ച് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ എൻവലപ്പ്, ഇതിനെയാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ് ഞാനിപ്പോ വരച്ചു വെച്ചത്, അതായത് ഒരു സ്പിയർ ഷേപ്പിലുള്ള വേവ് ഫ്രണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. പോയിന്റ് സോഴ്സ്, ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വരക്കാൻ പറ്റുന്ന വേവ് ഫ്രണ്ട് എന്ത് വേവ് ഫ്രണ്ടാ? സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അതായത് പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇമാജിൻ ചെയ്യാം, നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ റേസ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ വരച്ചിട്ട് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു എൻവലപ്പ് വരക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്. ഇനി വേവ് ഫ്രണ്ടിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ്, ഇതിലുള്ള എല്ലാ പോയിന്റ്സിനും എന്തായിരിക്കും പ്രത്യേകത? ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഓസിലേഷൻ, വൈബ്രേഷൻ ഒക്കെ ഏത് ചാപ്റ്ററിലാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത്? 11th നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ല, അത് തന്നെയല്ലേ നീ പറഞ്ഞത്? നീ ഏതാ പറഞ്ഞ? ഏസിയാ? ഓക്കെ, നമ്മൾ 11th ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. വേവ്സ്, ഓസിലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് പറയുന്ന പോലെ തന്നെ ഈ വേവ് ഫ്രണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ്, എല്ലാ പോയിന്റ്സ്, ഇപ്പൊ ഈ ലൈൻസിലുള്ള ഈ ഒരു എൻവലപ്പിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിന് എങ്ങനെയായിരിക്കും? സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും. അതിന്റെ വൈബ്രേഷൻ എല്ലാ പോയിന്റ്സിന്റെയും വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സ്പീഡ് ഈക്വൽ ടു എന്താ നമ്മൾ പറയാ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം. ഇനി സ്പേസിലെ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്, വേവ് അല്ലേ? അപ്പൊ നോക്കിക്കേ, വിയുടെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം?
സി കൊടുക്കാം, സി ഇൻറ്റു ടി. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു സി ഇൻറ്റു ടി. ഇപ്പൊ വേവ് ഫ്രണ്ട് എന്താണെന്ന് എഴുതിക്കോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ വെച്ച് നോക്കുക, അതായത് പോയിന്റ് സോഴ്സിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പെരിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും കിട്ടുക. ഇനി അതുപോലെ തന്നെ വേറെ ഉണ്ട്. ഇനി ഒരു ലീനിയർ സോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ, ലീനിയർ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുക? ലീനിയർ സോഴ്സ് എന്ന് പറയുമ്പോൾ പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ലീനിയർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് ലീനിയർ സോഴ്സ്. ലീനിയർ മീൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടിരിക്കും. അപ്പൊ ലീനിയർ സോഴ്സ് നമ്മളിങ്ങനെ കുറെ ലീനിയർ സോഴ്സ് ഉണ്ട്. ആ ലീനിയർ സോഴ്സ് നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോ സോഴ്സ്, ഇതെന്ത് സോഴ്സാ? പോയിന്റ് സോഴ്സ്. പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ സോഴ്സിൽ നിന്ന് ഇപ്പൊ ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ലൈറ്റ് റേസ് ആയിരിക്കും ഇങ്ങനെ പോകാന്ന് വിചാരിക്കുക. കൺസെപ്റ്റ് ലൈറ്റ് റേസ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ റേസിനെ ജോയിൻ ചെയ്താണ് നമ്മൾ എൻവലപ്പ് വരച്ചത്. ലീനിയർ സോഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടിരിക്കും. ഇതിനെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഷേപ്പാ കിട്ടുക? കറക്റ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഷേപ്പാ കിട്ടുക? എന്ത് ഷേപ്പാ കിട്ടുക? ഇത് എന്ത് ഷേപ്പായി ഞാൻ വരച്ചു വെച്ചേക്കണേ? സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെ? അപ്പൊ ലീനിയർ ആണ്. സോഴ്സ് ലീനിയർ ആണെങ്കിൽ ലീനിയർ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് വേവ് ഫ്രണ്ടാ പ്രൊഡ്യൂസ് ചെയ്യുക? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാരലൽ ആയിട്ട് വരുന്ന റേസ് ആണെങ്കിൽ, ഇപ്പൊ അതൊരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സിന് പാരലൽ റേസ് ആണ് വരുന്നെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തുവാകും? ഇപ്പൊ ആ സോഴ്സിന് ചിലപ്പോൾ ലൈറ്റ് റേസ് ആയിരിക്കും പോവുക. ഓക്കെ, അപ്പൊ ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നു. ഇവിടെ എന്തോ ഞാനൊരു ലൈറ്റിന്റെ ഒരു സോഴ്സ് വെച്ചിട്ടുണ്ട്, പോയിന്റ് ഒബ്ജക്ട് എന്തോ വെച്ചിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഒബ്ജക്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും ലൈറ്റ് പാസ് ചെയ്യുക? ഇത്രയും നമുക്ക് ഇമാജിൻ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയായിരിക്കും പറയാ. ഇവിടെ ഒരു സോഴ്സ് വെച്ചിട്ടുണ്ട്, ഒരു പോയിന്റ് സോഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ നിന്ന് റേസ് ഇങ്ങനെ വരത്തില്ലേ? കുറെ റേസ് ഇങ്ങനെ വരത്തില്ലേ? ലൈറ്റ് റേസ് വരും. അതിനെ ജോയിൻ ചെയ്ത് നമ്മൾ വരക്കുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്. ഓക്കെ, വേവ് ഫ്രണ്ടിന്റെ പ്രത്യേകത എന്താ? ആ വേവ് ഫ്രണ്ടിന്റെ എല്ലാ പോയിന്റ്സ് എടുത്താലും എന്തായിരിക്കും പ്രത്യേകത? ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. എല്ലാത്തിന്റെയും വൈബ്രേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. വൈബ്രേഷൻ സെയിം ഫേസിലായിരിക്കും എല്ലാം വൈബ്രേറ്റ് ചെയ്യുക. ഇനി ഇഫ് ദ സോഴ്സ് ഈസ് ലീനിയർ, ലീനിയർ ആണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. ലീനിയർ മീൻസ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അങ്ങനത്തെ കുറെ ലീനിയർ സോഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത് വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എന്താണ്? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടും. ഇനി അടുത്തത് പാരലൽ റേസ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു പാരലൽ റേസ് വരുന്നു. ഈ പാരലൽ റേസ് ഇത് പഠിച്ചു വെക്കുക എന്തൊക്കെയാ വരുന്നതെന്ന്. പാരലൽ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ആയിരിക്കും പാരലൽ റേസ് പ്രൊഡ്യൂസ് ചെയ്യുക. പാരലൽ റേസിന്റെ വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടും. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും, പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ? സ്പെരിക്കൽ വേവ് ഫ്രണ്ട്. ലീനിയർ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. ആൻഡ് പാരലൽ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ? പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പൊ പാരലൽ റേസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. പ്ലെയിൻ ആയിട്ടുള്ള ഒരു വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആ വേവ് ഫ്രണ്ട്, അപ്പൊ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയാലും സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയാലും അതുപോലെ സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആയാലും ഇതിന്റെ പ്രത്യേകത എന്താ വരിക? പ്രത്യേകത എന്താ? അതിലുള്ള എല്ലാ പോയിന്റ്സിനും എന്തായിരിക്കും പ്രത്യേകത? ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഇനി അടുത്തത് ഇപ്പൊ റേ ഓഫ് ലൈറ്റ് വരുന്നു. റേ ഓഫ് ലൈറ്റ് വന്ന് ഒരു കോൺവെക്സ് ലെൻസിലൂടെ പാസ് ചെയ്ത് പോവാന്ന് വിചാരിക്കുക. ഇങ്ങനെ റേ ഓഫ് ലൈറ്റ് വരുന്നു. റേ ഓഫ് ലൈറ്റ് വന്ന് ഈ റേ ഓഫ് ലൈറ്റ് ഒരു കോൺവെക്സ് മിററോ ലെൻസിലൂടെ പാസ് ചെയ്ത് പോവാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ടിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിങ്ങനെ വരുമ്പോ എന്തായിരിക്കും സംഭവിക്കുക? റേ ഓഫ് ലൈറ്റ് വരുന്നു, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇനി നേരെ തിരിച്ച് രണ്ടും ആലോചിച്ച് നോക്കുക. ഷേപ്പാണ് ഞാൻ പറയുന്നത്. ഇനി നേരെ തിരിച്ച് കോൺവെക്സിന് പകരം കോൺകേവ് ആണ് വരുന്നതെങ്കിൽ അത് മെറ്റീരിയലിൽ തന്നിട്ടില്ല. മെറ്റീരിയൽ എടുത്ത് നോക്കിക്കേ. മെറ്റീരിയലിൽ തന്നിട്ടുണ്ടല്ലോ, നോക്കിക്കേ. ഇതിപ്പോ ആലോചിച്ചാൽ തന്നെ മനസ്സിലായി ഇവിടെ എന്ത് വേവ് ഫ്രണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക? കൺവെർജന്റ് വേവ് ഫ്രണ്ടും അതുപോലെ തന്നെ മറ്റേതാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഡൈവർജന്റ് വേവ് ഫ്രണ്ടും ആയിരിക്കും കിട്ടുക. അതായത് ഇവിടെ ഇത് കണ്ടത് ഈ ലൈൻസ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എൻവലപ്പ്, ആ എൻവലപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ഫ്രണ്ട് എന്ന് പറയാ. അപ്പൊ നോക്കിക്കേ, ഇതെന്താണ്? കൺവെർജന്റ് വേവ് ഫ്രണ്ട്. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്
കോൺകേവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഡൈവർജന്റ് ആയിട്ടുള്ള വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇതൊക്കെ കൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, വലിയ കാര്യത്തിൽ. ഇപ്പൊ വേവ് ഫ്രണ്ട് എന്താണെന്ന് തൽക്കാലം അറിഞ്ഞിരിക്കുക. പിന്നെ എങ്ങനെയുള്ള കാര്യങ്ങളാണ്, പോയിന്റ് സോഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ? വേവ് ഫ്രണ്ട് എന്താണെന്ന് മനസ്സിലായ? ജസ്റ്റ് അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക, അതിനൊന്ന് ആലോചിച്ച് വെക്കുക. ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്, ആ സോഴ്സിൽ നിന്ന് ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നു, ലൈറ്റ് റേസോ എന്തെങ്കിലും പാസ് ചെയ്യുന്നു, സോഴ്സ് പാസ് ചെയ്യുന്നു. അതെല്ലാം കൂടെ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ ജോയിൻ ചെയ്ത് വരക്കണം. ഈക്വൽ ഡിസ്റ്റൻസിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ആ എൻവലപ്പാണ് എന്ത്? ഇപ്പൊ ഇതിന്റെ കേസ് പറയാനാണെങ്കിൽ നമ്മൾ ഇത് കണ്ടത് റേ ഓഫ് ലൈറ്റ് വരുന്നു, റേ ഓഫ് ലൈറ്റ് വന്നു, ഇവിടെ കൂടി നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇതിങ്ങനെ വരച്ച്, ഇനി ഈക്വൽ ഡിസ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്ത് വരക്കണം. ഇവിടെ നിന്നുള്ളത് കണ്ട, ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ലേ? ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ഈക്വൽ ഡിസ്റ്റൻസ്. ആ ഈക്വൽ ഡിസ്റ്റൻസിനെ മാത്രം ഞാൻ ജോയിൻ ചെയ്ത് ഒരു എൻവലപ്പ് വരച്ച്, ഇങ്ങനെ ഒരു എൻവലപ്പ് വരച്ച്, ഫസ്റ്റ് എൻവലപ്പ്. ഓക്കെ, ആ ഫസ്റ്റ് എൻവലപ്പ് നമ്മൾ ഒരു വേവ് ഫ്രണ്ട് ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ വരച്ചു സെക്കൻഡ് എൻവലപ്പ്, അതും ഒരേ ഡിസ്റ്റൻസിലാണ് വരച്ചേക്കുന്ന തേർഡ് എൻവലപ്പ്. ഇങ്ങനെ വരക്കുന്ന എല്ലാം എന്ത് വേവ് ഫ്രണ്ട് ഇവിടെ വരുന്നത്? കൺവെർജന്റ് വേവ് ഫ്രണ്ട്. മറ്റേതില് ഡൈവർജന്റ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു തിയറി പഠിക്കാനുള്ള ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവലായിട്ട് പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ, തിയറി എല്ലാം ഡയറക്റ്റ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഹൈജൻസ് പ്രിൻസിപ്പിൾ വരും. കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് 3 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൈജൻസ് പ്രിൻസിപ്പിളും ചോദിച്ച്, അതുപോലെ തന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഒരു പ്രോബ്ലവും കൂടെ ചോദിച്ചു. അത് പഠിച്ചു വെച്ചേക്കാം. സെറ്റ് 3 എനിക്ക് തോന്നുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. സെറ്റ് 3 ചോദിച്ചേക്കുന്നത് ഹൈജൻസ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് എഴുതിയിട്ട് ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയാം. അപ്പൊ എഴുതിക്കോ, വേവ് ഫ്രണ്ട് എന്താന്ന് എഴുതിക്കോ. വേവ് ഫ്രണ്ട് a wavefront നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഓൺലൈനിൽ കയറിയവർക്ക് സയൻസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണം. അദ്വിക്ക് ക്ലിയർ ആണോ? ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണോ കേട്ടാ. ഐശ്വര്യ ക്ലിയർ അല്ലെങ്കിൽ പറയണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. പ്രണവ്, കാർത്തിക്, വിവേക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. ബോർഡ് അഥവാ ക്ലിയർ അല്ലെങ്കിലും പറയണം. ബോർഡ് നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, എഴുതിക്കോ. വേവ് ഫ്രണ്ട്, എ വേവ് ഫ്രണ്ട് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്. എ വേവ് ഫ്രണ്ട് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്. എ വേവ് ഫ്രണ്ട് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് having same phase of vibration. A wavefront is the locus of all points having same phase of vibration. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് എന്ന് കൊടുത്തോ. ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട്. ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട്. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, cylindrical wavefront and plane wavefront. Spherical wavefront, cylindrical wavefront and plane wavefront. അതിൽ ഫസ്റ്റ് വൺ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എങ്ങനെയാ വരുന്നത്? എന്ത് സോഴ്സാ? പോയിന്റ് സോഴ്സ്. ഒരു പോയിന്റ് സോഴ്സ് കാണിക്കുക. എ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. 3 ടൈപ്സ് എഴുതിയ. ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് സ്പെറിക്കൽ, സിലിണ്ടറിക്കൽ, പ്ലെയിൻ വേവ് ഫ്രണ്ട്. അതിൽ ഫസ്റ്റ് വൺ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് എഴുതുക. A point source produce spherical wavefront. A point source produce spherical wavefront. എന്നിട്ട് ഈ ഫിഗർ വരക്കുക. ഇത് വരച്ചിട്ട് ഈ വരച്ചിട്ട് കണ്ടതേ ഇതിൽ മാർക്ക് ചെയ്ത് കാണിക്കുക. ദിസ് envelope is called wavefront. അപ്പൊ നമുക്ക് പഠിക്കാൻ നേരത്തെ കിട്ടും. ഞാൻ ചുമ്മാ ലെക്ചർ നോട്ടായിട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. മെറ്റീരിയൽ നോക്കി വേണം പഠിക്കാൻ. ഈ നോട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മെറ്റീരിയൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇത് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ ജസ്റ്റ് റഫ് ആയിട്ട് ഫിഗർ വരക്കുക. എന്നിട്ട് ഈ ഒരു എൻവലപ്പ് മാർക്ക് ചെയ്തിട്ട് പറയാം, ദിസ് envelope is called wavefront. This envelope is called wavefront. This envelope is called wavefront. എന്നിട്ട് ആ സ്പെറിക്കൽ വേവ് ഫ്രണ്ടിന് താഴെ തന്നെ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചോ. ഇക്വേഷൻ വെലോസിറ്റി v equal to d by t and d is equal to v into t. ഇനി v വെലോസിറ്റിയുടെ c കൊടുത്തു കഴിയുമ്പോൾ എന്തായി? d is equal to c into t. ഡിസ്റ്റൻസ്, വേവ് ഫ്രണ്ടിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഡിസ്റ്റൻസ് d equal to c into t. അതും എഴുതി വെക്കണേ. ഡിസ്റ്റൻസ് d equal to c into t.
ഈ എൻവലപ്പ് എങ്ങനെയാ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായല്ല. ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അതായത് ഇപ്പൊ പോയിന്റ് സോഴ്സിൽ നിന്ന് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരക്കാനാണെങ്കിൽ ഇതൊരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഒരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എല്ലായിടത്തും 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് വരക്കാൻ, എൻവലപ്പ് വരക്കാം. ഓക്കെ, ഇനി സ്പെറിക്കൽ കഴിഞ്ഞിട്ട് അടുത്ത് എഴുതിക്കോ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. എ ലീനിയർ സോഴ്സ് പ്രൊഡ്യൂസ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. എന്നിട്ട് അതിന്റെ ഫിഗർ വരക്കണേ. എ ലീനിയർ സോഴ്സ് പ്രൊഡ്യൂസ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. A linear source produce cylindrical wavefront. Okay, cylindrical wavefront ന്റെ ഫിഗർ വരച്ചു വെക്കുക. വരച്ച അത് കഴിഞ്ഞിട്ട് അടുത്തത് എഴുതിക്കോ, പാരലൽ റേസ് പ്രൊഡ്യൂസ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. പാരലൽ റേസ് പ്രൊഡ്യൂസ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പഠിച്ച? വേവ് ഫ്രണ്ട് ഓർക്കാൻ വേണ്ട പറഞ്ഞു, ആൻസർ പറഞ്ഞു. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് എ വേവ് ഫ്രണ്ട്? ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് വേവ് ഫ്രണ്ടാ? സ്പെറിക്കൽ. ലീനിയർ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ. ആൻഡ് പാരലൽ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇനി അടുത്തത് എഴുതിക്കോ. അടുത്തത്, ഇഫ് ദ റേസ് ആർ പാസിംഗ് ത്രൂ എ കോൺവെക്സ് ലെൻസ്, if the rays are passing through a convex lens, it produces a convergent wavefront. If the rays are passing through convex lens, it produces convergent wavefront. ഇനി നേരെ ഓപ്പോസിറ്റ് കേസും കൂടെ എഴുതിക്കോ. if the rays are passing through convex lens അല്ലെങ്കിൽ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. കോൺവെക്സിന് എന്താ പറയാ? കൺവെർജിങ്ങും. കോൺകേവിന് എന്താ പറയാ? ഡൈവേർജിങ്ങും. അതോടെ എഴുതിക്കോ, if the rays are passing through concave lens, it produces divergent wavefront. ഓക്കെ, അടുത്തത് ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഹൈജൻസ് പ്രിൻസിപ്പിൾ ആണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അപ്പൊ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വേവ് ഫ്രണ്ട് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നോക്കാം, ഇവിടെ ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്. പോയിന്റ് സോഴ്സ് എന്ത് വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന? നമ്മൾ പഠിച്ച സ്പെറിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഈ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരക്കുന്നു. ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻവലപ്പ് ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, എൻവലപ്പ് വരക്കുന്നു. ഞാനിപ്പോ ഹാഫ് പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
ഇത് ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇതൊരു പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. ഇനി എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഈ ഒരു പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള പോയിന്റ്സ് എല്ലാം എന്തായിട്ട് ആക്ട് ചെയ്യും? ആക്ട് ആസ് എ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അത് ഓക്കെ ആണ്. ഇനി അപ്പൊ ഈ ഒരു വേവ് ഫ്രണ്ടിലുള്ള പോയിന്റ്സ് എല്ലാം എന്തായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇത് അടുത്ത എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അടുത്ത ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതും ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതും പ്രൊഡ്യൂസ് ചെയ്യും, ഇതും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾസ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരു വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സോഴ്സ്, ഇവിടെ ഒരു പോയിന്റ് സോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്? പ്രൈമറി വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള എല്ലാ പോയിന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യും? സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. അപ്പൊ ഇതിലുള്ള ഓരോ പോയിന്റ്സും ഓരോ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സോഴ്സിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഒരു വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ സോഴ്സിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? വേറൊരു വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനും ഒരു വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനും എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഓരോ സോഴ്സിന് ഓരോ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അതെല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു വേവ് ഫ്രണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. അപ്പൊ ഹൈജൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹൈജന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എവറി പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. കിട്ടിയ പ്രൈമറി വേവ് ഫ്രണ്ട് നമ്മൾ എങ്ങനെയാ വരച്ചതെന്ന് മനസ്സിലായല്ലോ? ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ എൻവലപ്പ് വരച്ചു. ആ എൻവലപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഇനി അക്കോർഡിംഗ് ടു ഹൈജൻ എന്താ പറയാ? ഹൈജൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എവറി പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും? every point on the primary wavefront act as a source of secondary wavefront. Secondary wavefront produce ചെയ്യാനുള്ള സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് സെൻഡ് ഔട്ട് വൈബ്രേഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷൻസിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? വൈബ്രേഷൻസ് സെൻഡ് ചെയ്യും വിത്ത് ദ സെയിം വെലോസിറ്റി ആസ് ദാറ്റ് ഓഫ് പ്രൈമറി വേവ്ഫ്രണ്ട്. പ്രൈമറി വേവ്ഫ്രണ്ടിനുള്ള സെയിം വെലോസിറ്റി തന്നെ ആയിരിക്കും അപ്പൊ ആർക്കും വരിക? സെയിം വെലോസിറ്റിയിൽ തന്നെ സെൻഡ് ചെയ്യും. അതാണ് ഹൈജൻ പ്രിൻസിപ്പിൾ. മനസ്സിലായ? അപ്പൊ ഹൈജൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ട് വേവ്ഫ്രണ്ടിന്റെ കേസാണ് നമ്മൾ പറയാ. ഒരു പ്രൈമറി വേവ്ഫ്രണ്ടും ഉണ്ട്, സെക്കൻഡറി വേവ്ഫ്രണ്ടും ഉണ്ട്. പ്രൈമറി വേവ് ഫ്രണ്ട് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്തത്? ഒരു സ്പെരിക്കൽ സോഴ്സിൽ നിന്ന് പ്രൈമറി വേവ് ഫ്രണ്ട് കിട്ടി. ആ പ്രൈമറി വേവ് ഫ്രണ്ട് എന്തായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി? സെക്കൻഡറി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആലോചിക്കുക, സെക്കൻഡറി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറിക്ക് എന്ത് വേണം? സോഴ്സ് വേണം. അപ്പൊ പ്രൈമറിയിലുള്ള എല്ലാ പോയിന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും? ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട് ടു പ്രൊഡ്യൂസ് വൈബ്രേഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പൊ എഴുതിക്കോ, ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഹൈജൻസ് പ്രിൻസിപ്പിൾ according to Huygens, ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. according to Huygens, every point according to Huygens, every point on the primary wavefront, according to Huygens, every point on the primary wavefront act as a source of secondary wavefront, and send out vibration in all direction. Send out vibration in all direction with the same velocity, that of primary wavefront. വേഗം ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചേ. അധികം ടൈം എടുക്കല്ലേ, പെട്ടെന്ന് പഠിക്കട്ടാ. ആകെ 2 സ്റ്റേറ്റ്മെന്റ് ഉള്ളത്, നോക്കി പഠിച്ചാൽ മതി വേഗം. നന്ദനും ജിയനെ ആയിരിക്കില്ല കേട്ടോ ഞാൻ വിളിക്കണം. അടുത്തത് വേറെ ആരോടെങ്കിലും ആയിരിക്കും ചോദിക്കണം. ഒരു പ്രാവശ്യം വിളിച്ചതാ, അന്നും പറഞ്ഞ് പഠിക്കാതിരുന്ന ഞാൻ അവരെയും വിളിക്കും.
പോയിന്റ് കൂടെ എഴുതി വെച്ചു, അതിന്റെ താഴെ ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. ദ പൊസിഷൻ ഓഫ് ന്യൂ വേവ് ഫ്രണ്ട്, എന്നിട്ട് പഠിച്ചു. ദ പൊസിഷൻ ഓഫ് ന്യൂ വേവ് ഫ്രണ്ട് can be obtained by the position of new wavefront can be obtained by drawing an envelope of radius ct dash. അതായത് നോക്കിക്കേ, ഇതല്ലേ നമ്മുടെ പോയിന്റ് സോഴ്സ്. പോയിന്റ് സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, എന്ത് കിട്ടണത്? ഇത് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത്, പോയിന്റ് സോഴ്സ്, ഇത് പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും? സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കത്തില്ലേ കിട്ടുന്നത്? ഓക്കെ, സ്പെരിക്കൽ വേവ് ഫ്രണ്ടിന്റെ ഇത്രയും പോർഷൻ മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സി ടി ആണ് ഡിസ്റ്റൻസ് പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ. ഇനി പ്രൈമറിയിലുള്ള ഓരോ പോയിന്റ്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സെക്കൻഡറി കിട്ടിയത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു റേഡിയസ് ആക്കി എടുത്ത് സി ടി ഡാഷ്. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്. ദ പൊസിഷൻ ഓഫ് ദ ന്യൂ വേവ് ഫ്രണ്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഡ്രോയിങ് ആൻ എൻവലപ്പ് ഓഫ് റേഡിയസ് സി ടി ഡാഷ്. ഇതുകൂടെ ജസ്റ്റ് സൈഡിൽ കാണിച്ചു കേട്ടോ, സി ടി ഡാഷ്. ഒരു പോയിന്റ് കൂടി, ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ വരച്ചു കഴിഞ്ഞാൽ ഇത് റഫ് ആയിട്ട് വരച്ചാൽ മതി, അത് മെറ്റീരിയൽ ഇല്ലാത്ത പോയിന്റ് ആണ് കേട്ടോ. ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ is always normal to the wavefront. The direction of propagation is always normal to the wavefront. വേഗം സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിക്കട്ടാ. കഴിഞ്ഞ ആകെ 3 പോയിന്റ് അല്ലേ ഉള്ളു. ഫസ്റ്റ് പോയിന്റ് എന്താ പറയാ? ഫസ്റ്റ് പോയിന്റ് എന്താ എഴുതിയത്? Every point on the primary wavefront act as a source of secondary wavefront and send out vibration in all direction with the same velocity of primary wavefront. Second point എന്താ എഴുതിയത്? The position of the new wavefront is obtained by drawing an envelope of radius ct dash. And third point എന്താ എഴുതിയത്? Direction of propagation of the wavefront is normal. അതാണ് പറഞ്ഞത്. ഓക്കെ, പറയാൻ പറ്റുമോ? മനസ്സിന് പറയാൻ പറ്റുമോടാ? പറഞ്ഞേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയാൻ പോകുന്നത്? ലോ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഹൈജൻസ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഒരു വേവ് ഫ്രണ്ടിന്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ പറയാൻ പോവുക. ഓക്കെ, അപ്പൊ ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. ഒരു പ്രൈമറി ഉണ്ടാവും, ഒരു സെക്കൻഡറി ഉണ്ടാവും. അതായത് പ്രൈമറിയിൽ നിന്നായിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡറി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. മറ്റേത് നമ്മൾ പറഞ്ഞ സ്പെരിക്കൽ വേവ് ഫ്രണ്ടിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സിലിണ്ടറിക്കൽ ആയാലും പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ കാര്യത്തിലായാലും സെയിം കൺസെപ്റ്റ് തന്നെ വരിക. ഹൈജൻസ് പ്രിൻസിപ്പിൾ മീൻസ് രണ്ട് വേവ് ഫ്രണ്ട് ഉണ്ട്. പ്രൈമറി ആയിരിക്കും എന്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്?
പ്രൈമറി ആക്ട് ആസ് ദ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഹൈജൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞു വെച്ച കൺസെപ്റ്റ് ഇതാ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഹൈജൻസ് തിയറി ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ നമ്മൾ പഠിച്ചത്? ലോ ഓഫ് റിഫ്ലക്ഷനും ഉണ്ട് റിഫ്രാക്ഷനും ഉണ്ട്. റിഫ്ലക്ഷൻ ഞാൻ കാണിച്ചു തരാം, റിഫ്രാക്ഷൻ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, കുഴപ്പമില്ല. റിഫ്ലക്ഷനിൽ എന്താ സംഭവിക്കുക? ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഇറ്റ്സ് റിഫ്ലക്ട് ബാക്ക് ഓൺ ദ സെയിം മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. റിഫ്രാക്ഷനിൽ എന്താ സംഭവിക്കുക? ബെൻഡ് ചെയ്യുന്നു, ലൈറ്റ് വരുന്നു, അത് ബെൻഡ് ചെയ്ത് വേറൊരു മീഡിയത്തിലേക്ക് പോകുന്നു, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയാ? നമ്മൾ കുറെ ലോസ് പഠിച്ചതാ. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയാ? റിഫ്ലക്ഷൻ ഒപ്റ്റിക്സിൽ പഠിച്ചതല്ലേ? ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ലോ ഓഫ് റിഫ്ലക്ഷൻ, ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പിന്നെ എന്താ പഠിച്ചത്? ഇൻസിഡന്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ, അതാണ് പഠിച്ചത്. ഈ പറഞ്ഞ ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് വേവിന്റെ കൺസെപ്റ്റിൽ ഇപ്പൊ പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ലൈറ്റിന്റെ കൺസെപ്റ്റിൽ പറഞ്ഞു, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ലോ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് ആലോചിക്കുക. ലോ ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞത് ഐ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ ഇൻസിഡന്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഈ തിയറി എന്തിന്റെ ബേസിൽ പറയണം? ഹൈജൻസ് പ്രിൻസിപ്പിളിന്റെ ബേസിൽ പറയണം. അപ്പൊ ആലോചിച്ച് നോക്കുക, അതായത് ഐ ഈക്വൽ ടു ആർ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ആലോചിച്ച് നോക്കുക, ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം അവിടെ? സ്റ്റെപ്പായിട്ട് ആലോചിച്ചാൽ കിട്ടും. ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം അവിടെ? വേവ് ഫ്രണ്ട് വേണ്ടേ? രണ്ട് വേവ് ഫ്രണ്ട്. പ്രൈമറിയിൽ നിന്നാണ് എന്തിലേക്ക് പോകുന്നത്? സെക്കൻഡറിയിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യാം. അതായത് ഒരു പാരലൽ റേസ് വരുന്നു. പാരലൽ റേസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് വേവ് ഫ്രണ്ട് കിട്ടും? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടും. അപ്പൊ ഇതാണ് ഞാൻ ഒരു പാരലൽ റേ, അതായത് ഇൻസിഡന്റ് റേ ആയിട്ട് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. പാരലൽ റേസ് വരുന്നു, ഇവിടെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് പോലെ കിട്ടുന്നു. ഓക്കെ, മനസ്സിലായ? അപ്പൊ ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേവ് ഫ്രണ്ട്, ദാറ്റ് ഈസ് പ്രൈമറി വേവ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഇതിനെയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഈ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് വന്ന് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ ടച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റിഫ്ലക്റ്റിംഗ് സർഫസിൽ ടച്ച് ചെയ്യുന്നു, മനസ്സിലായ? ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പൊ ഈ വേവ് ഫ്രണ്ട് വന്നിട്ട് റിഫ്ലക്റ്റിംഗ് സർഫസിൽ ടച്ച് ചെയ്യണേ. അപ്പൊ റേസ് ആണ് വരുന്നത്. നിങ്ങൾ റിഫ്ലക്ഷന്റെ കൺസെപ്റ്റും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിഫ്ലക്ഷനിൽ എന്താ സംഭവിക്കുക? ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് റിഫ്ലക്ട് ബാക്ക് ഇൻ ദ സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. പ്രൈമറി വേവ് ഫ്രണ്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പറയുന്നത് ഈ ആംഗിൾ എന്തായിരിക്കും? ഐ. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിൽ എന്ത് വരും? റിഫ്ലക്ഷൻ അല്ലേ സംഭവിക്കുന്നത്. ഇത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് ഇൻസിഡന്റ് എന്തായിരിക്കും? ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായ? ഇൻസിഡന്റ് റേയും ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആയിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇതെന്തായിരിക്കും? അപ്പൊ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ എന്ത് തന്നെയായിരിക്കും? ഐ തന്നെയായിരിക്കും. ഇത് ഞാൻ ഇങ്ങനെ വരച്ചു. നമുക്ക് പ്രൈമറി വേവ് ഫ്രണ്ട് കിട്ടി. ഈ പ്രൈമറി വേവ് ഫ്രണ്ട് ആയിരിക്കും എന്തിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡറിയുടെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകും. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ, ഇതാണ് നമ്മുടെ വേവ് ഫ്രണ്ട്. ഇത് നിങ്ങളിപ്പോ മായ്ച്ചു കളഞ്ഞേക്ക്, ഇതില്ലാന്ന് വിചാരിക്കും. ഈ വരച്ചു വെച്ചിരിക്കുന്നതാണ് എന്ത്? വേവ് ഫ്രണ്ട്. ഇതില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഇതിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നു. എന്തായിരിക്കും ഈ റേ ഓഫ് ലൈറ്റിന് സംഭവിക്കുക? എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ പോകും അല്ലെ? ഓക്കെ, അത് വരച്ച് ഇനി അടുത്തത് ഇവിടെയും ഉണ്ട് ഒരു റേ. ഈ റേ ഓഫ് ലൈറ്റും വരുന്നു. ഈ റേ ഓഫ് ലൈറ്റിന് എന്തായിരിക്കും സംഭവിക്കുക? അതും എന്ത് ചെയ്യും? ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? അതും റിഫ്ലക്ട് ബാക്ക് ചെയ്ത് പോകും, മനസ്സിലായ? അതാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഈ റേ ഓഫ് ലൈറ്റ് വരുന്നു. റേ ഓഫ് ലൈറ്റ് വന്നിട്ട് ഇതെന്ത് ചെയ്യും? റിഫ്ലക്ട് ബാക്ക് ചെയ്ത് പോവും. ഓക്കെ, അതുപോലെ ഇതും വരുമ്പോഴും എന്താ സംഭവിക്കുക? അതിനും എന്ത് തന്നെ സംഭവിക്കും? അതും റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ ഈ ലൈൻ ഒന്ന് മായ്ച്ചു കളഞ്ഞാൽ മതി. ഇത് മനസ്സിൽ വെക്കണ്ട. ഇത് വേവ് ഫ്രണ്ട് ആണ് നമ്മൾ വരച്ച് കാണിച്ചിരിക്കുന്നത്. അല്ലാത്ത സെൻസിൽ പറയാനാണെങ്കിൽ മറ്റേത് രണ്ടും എന്താ? ഇൻസിഡന്റ് റേസ് ആണ്. ആ ഇൻസിഡന്റ് റേസ് വന്നൊരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും സംഭവിക്കുക? അതെന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ പോവും, മനസ്സിലായ? ഓക്കെ, ഈ ആംഗിൾ എന്തായിരിക്കും? 6. ഇത് ഐ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കൂടെ ഞാൻ നോർമൽ വരച്ചിട്ടുണ്ടെങ്കിൽ
നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളും എന്തായിരിക്കും? 6 ആയിരിക്കും. മനസ്സിലായ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് സെക്കൻഡറി വേവ് ഫ്രണ്ട് വേണ്ടേ? ഇനി സെക്കൻഡറി വേവ് ഫ്രണ്ട് വേണ്ടേ? അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഞാൻ ജോയിൻ ചെയ്ത് വരച്ച്. ഇപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയേക്കണത് എന്താ? അതായത് പാരലൽ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത വേവ് ഫ്രണ്ട് എന്താ? പ്ലെയിൻ വേവ് ഫ്രണ്ട്. പ്ലെയിൻ വേവ് ഫ്രണ്ട് നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചത് അല്ലെ? ഈ പാരലൽ റേസ് വന്നു, ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൈമറിന്ന് അടുത്ത നമുക്ക് എന്ത് കിട്ടി? അടുത്ത നമുക്ക് എന്താ കിട്ടിയത്? ഇതൊരു വേവ് ഫ്രണ്ട് അല്ലേ? ഈ വരച്ചേക്കുന്ന ഒരു വേവ് ഫ്രണ്ട് അല്ലേ ഇത്? ഇത്രയും പോർഷൻ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? സെക്കൻഡറി വേവ് ഫ്രണ്ട് കിട്ടി. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി ഫിഗർ ഒന്ന് വരച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. ഫിഗർ മാത്രം വരക്കട്ടോ. ഫിഗർ മാത്രം വരക. കൺസെപ്റ്റ് മനസ്സിലാക്കി വരച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. ചുമ്മാ ബൈഹാർട്ട് വരച്ചു വെക്കരുത്. പാരലൽ റേസ് വരുന്നു, അത് പ്രൈമറി വേവ് ഫ്രണ്ട് ആക്കി ആക്ട് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് സൈൻ I = R. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വേഗം വരക്കട്ടെ, വരച്ച് കഴിയുമ്പോ പറയേ. വരച്ച് തെറ്റൊന്നും അല്ലട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കി വരക്കാൻ വേണ്ടിയാ. ചരിച്ച് വരച്ചാൽ കറക്റ്റ് വേവ് ഫ്രണ്ട് ആയിട്ട് തോന്നുള്ളൂ, അതുകൊണ്ട് വരച്ചത്. അതായത് എന്താ വരച്ചേക്കുന്നത് മനസ്സിലായി? ഇത് അങ്ങനെ തന്നെ പേര് കൊടുക്കാൻ കാര്യം, ഇത് എ എന്ന് പറയുന്ന ഇൻസിഡന്റ് റേന്ന് റിഫ്ലക്ട് ചെയ്തു പോയ റേ ആണ് ഇത്. ഓക്കെ, റിഫ്ലക്ട് ബാക്ക് ചെയ്തത്. അതിനോണ്ട് ഞാൻ അതിനെ A' എന്ന് തന്നെ കൊടുത്ത്, ഇതിനെ എന്ത് കൊടുത്ത്? B' എന്ന് കൊടുത്ത്. വേറെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവാൻ ചിലപ്പോൾ ഡൗട്ട് ആവും, അതുകൊണ്ട് അത് തന്നെ കൊടുത്തു. റിഫ്രാക്ഷൻ അല്ല കേട്ടോ, സോറി, റിഫ്ലക്ഷൻ പറഞ്ഞത് മാറിയത്. ഓക്കെ, കഴിഞ്ഞ. ഓക്കെ, ഇനി നോക്കിക്കോ. സിമ്പിൾ ആണ്. ഇതും 2 മാർക്കിന് ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്. ഹൈജൻസ് പ്രിൻസിപ്പലിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതും ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഓക്കെ ഫിഗർ കിട്ടിയ എന്താ ചെയ്തെന്ന് മനസ്സിലായോ? ഫിഗർ എന്താന്ന് മനസ്സിലായല്ല? ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ I, ഇൻസിഡന്റ് ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇതൊരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. AB' എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ A', എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. രണ്ട് ട്രയാംഗിൾസ് ആണ് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് കൺസിഡർ ട്രയാംഗിൾ ABB' കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ട്രയാംഗിൾ കൺസിഡർ ചെയ്യേണ്ടത് നോക്കിക്കേ, A', അതും കൺസിഡർ ചെയ്യുക. കൺസിഡർ അനദർ ട്രയാംഗിൾ A', ഫസ്റ്റ് വൺ AB', സെക്കൻഡ് വൺ A', ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. രണ്ട് സ്റ്റെപ്പിൽ നമ്മുടെ ഡെറിവേഷൻ കഴിയും, പ്രൂഫ് കിട്ടും. നോക്കിക്കേ, ഫസ്റ്റ് ട്രയാംഗിളിൽ നിന്ന് സൈൻ I എടുക്കുക, സെക്കൻഡ് ട്രയാംഗിളിൽ നിന്ന് സൈൻ R എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ്
ഫ്രം ദ ട്രയാങ്കിൾ എ ബി ബി ഡാഷ് സൈൻ ഐ ഈക്വൽ ടു എന്താ വരാ നന്ദന പറഞ്ഞേ സൈൻ ഐ ഈക്വൽ ടു ഈ ട്രയാങ്കിൾ എ ബി ബി ഡാഷ് എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം സൈൻ ഐ ഈക്വൽ ടു എന്താ വരാ സൈൻ ഐ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇങ്ങനെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് ഇമാജിൻ ചെയ്യണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഏതാ വരിക ബി ബി ഡാഷ് ഹൈപ്പോട്ടന്യൂസ് ഏതാ വരിക എ ബി ഡാഷ്. അപ്പൊ എന്ത് വരും ബി ബി ഡാഷ് ബൈ എ ബി ഡാഷ്. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ ഫ്രം ദ ട്രയാങ്കിൾ. അടുത്തത് തനീഷ പറയട്ടോ. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ്. ഇവിടെ നിന്ന് സൈൻ ആർ ഈക്വൽ ടു എന്ത് വരും എ ഡാഷ് ബൈ എ ബി ഡാഷ് എ ഡാഷ് ബൈ എ ബി ഡാഷ്. ഓക്കെ, ഇനി നമ്മൾ എന്തെടുത്താൽ മതി സൈൻ ഐ ബൈ സൈൻ ആർ എടുത്താൽ മതി. അപ്പൊ എന്ത് വരും സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എന്താ വരാ ബി ബി ഡാഷ് ബൈ എ ബി ഡാഷ് ബൈ എ ഡാഷ് ബൈ എ ബി ഡാഷ്. ദാറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു ബി ബി ഡാഷ് ബൈ എ ബി ഡാഷ് ബൈ എ ഡാഷ്. എ ബി ഡാഷ് പോയി, ബാക്കിയുള്ളത് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു ബി ബി ഡാഷ് ബൈ എ ബി ഡാഷ്. ബി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ സോറി എ ഡാഷ്. ഇനി ബി ബി ഡാഷിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഡിസ്റ്റൻസ് ഓഫ് എ വേവ് ഫ്രണ്ട് എന്താ അപ്പൊ കണ്ടുപിടിച്ച് വെച്ചത് എന്താ സി ടി. അപ്പൊ ഇവിടെ എന്ത് വരും സി ടി, ഇവിടെ എന്ത് വരും സി ടി. അപ്പൊ എന്തായി സി ടി ബൈ സി ടി ഈക്വൽ ടു 1 ആയി. അപ്പൊ എന്തായി ഐ ഈക്വൽ ടു ആർ. ഇത്രേ ഉള്ളൂ. വേഗം ഒന്ന് സോൾവ് ചെയ്തേ. ലോ അത് കഴിഞ്ഞവര് വേഗം ലോ ഓഫ് അടുത്തത് ചെയ്തോട്ടെ. ലോ ഓഫ് റിഫ്രാക്ഷൻ. അതായത് ഇപ്പൊ ഇത് മനസ്സിലായില്ലേ സി ടി ബൈ സി ടി ഈക്വൽ ടു എന്താ 1. അപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു 1. അപ്പൊ എന്തായി സൈൻ ഐ ഈക്വൽ ടു സൈൻ ആർ. എനിക്ക് അങ്ങനെ കൂടി എഴുതി വെച്ചു. ഈക്വൽ ടു 1 സൈൻ ഐ ഈക്വൽ ടു സൈൻ ആർ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ. വേഗം എഴുതണേ.
ചെയ്ത് കഴിഞ്ഞാ അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? ലോ ഓഫ് റിഫ്രാക്ഷൻ. അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഹോംവർക്ക് ആയിട്ട് ചെയ്തോ, അല്ലെങ്കിൽ അടുത്ത ചെയ്തിട്ട് വന്നോട്ടെ കറക്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ. സിമ്പിളാ, വേറെ ഒന്നുമില്ല. ലോ ഓഫ് റിഫ്രാക്ഷൻ എന്താ പറയാ? സ്നെൽസ് ലോ പറയത്തില്ലേ? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു കോൺസ്റ്റന്റ് n അല്ലെങ്കിൽ n21 എന്ന് കൊടുക്കുക. n21 എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അതൊന്ന് പ്രൂവ് ചെയ്തിട്ട് വന്നാൽ മതി, കിട്ടും. ഇതേപോലെ തന്നെ സെയിം കൺസെപ്റ്റ് ചെയ്യാം. നമ്മളൊരു റേ ഓഫ് ലൈറ്റ് വരക്കും, അതായത് റിഫ്ലക്റ്റിംഗ് സർഫേസ് വരക്കുന്നു. റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇവിടെ എന്താ സംഭവിക്കുക? നേരത്തെ റിഫ്ലക്ട് ചെയ്ത് പോയ റേ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ എന്താ ചെയ്യാ പറഞ്ഞേ? ബെൻഡ് ചെയ്യും. ഇവിടെ എന്താ ചെയ്യാ? ബെൻഡ് ചെയ്യും. ആ ബെൻഡിങ് വരച്ചിട്ട് എന്ത് ചെയ്യാ? പ്രൂവ് ചെയ്യാ. സിമ്പിൾ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. എഴുതി വെച്ചോ. ഹോംവർക്ക് ചെയ്യാത്തവരെ കൊണ്ട് ഞാൻ 5 ടൈംസ് ഇത് രണ്ടും എഴുതിപ്പിക്കും കേട്ടോ. അതും കൂടെ വേണമെങ്കിൽ എഴുതി വെച്ചോ, മറന്നു പോകാതിരിക്കാനേ. അടുത്തത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എന്നാ ചെയ്തിട്ട് വരണ്ടെന്ന് അറിയാലോ? എന്നാ മറന്നു പോവില്ല. നാളെ ഫിസിക്സ് തന്നെയാ. നാളെ ഇല്ല. എന്തിനാ കൊള്ളാലോ നീ? നാളെ ഫിസിക്സ് തന്നെയാണ്. നാളെ ചെയ്തിട്ട് തന്നെ, മറന്നു പോരുത് കേട്ടാ. വരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ കയറിയാലും ഞാൻ തരും. എന്നിട്ട് ഞാൻ മിസ്സിനോട് പറയും, ചെയ്യാത്തവരുടെ പേര് ഞാൻ ഗ്രൂപ്പിൽ ഇടിക്കും. ഓൺലൈൻ കയറിക്കുന്നവരെന്നെ കാണിച്ചാൽ മതി, എഴുതിയത് കാണിച്ചാൽ മതി. ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഹോംവർക്ക് ചെയ്താൽ ഈ പ്രശ്നമൊന്നുമില്ല. ഹോംവർക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തോളാം. ഇപ്പോഴേ കിട്ടിയില്ലെന്ന് ജസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യാം. എന്താ ലോ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് അറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു, ഞാനിപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കും, അതേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത് ചിന്തിക്കാൻ വേണ്ടി അത് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി പഠിച്ചതാ, 11th പഠിച്ചിട്ടുണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ പഠിച്ചേ? ഓൺലൈനിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാം? ഐശ്വര്യക്ക് പറയാൻ പറ്റുമോ? സാൻസിന് പറയാൻ പറ്റുമോ? അതിഥി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാർത്തിക്, പ്രണവ് പറയട്ടെ എന്നാ. പ്രണവ് പറഞ്ഞടാ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ? അല്ല വിവേക് പറയേ? ആരും പറയുന്നില്ലേ? എല്ലാവരുടെയും പേര് വിളിച്ച്, ആർക്കും പ്രശ്നം വേണ്ടെന്ന് നോക്കാൻ എല്ലാവരുടെയും പേര് വിളിച്ചിട്ട് ആരും പറയുന്നില്ല. ബിലാലൊന്ന് ആലോചിച്ച് നോക്കിയടാ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താന്ന് പഠിച്ച്. വേവ്സിന്റെ ചാപ്റ്ററിലാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചത്. ജസ്റ്റ് പ്രിൻസിപ്പിൾ എന്താന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വലിയ കാര്യത്തിൽ ഡെറിവേഷൻ ആയിട്ട് ഒന്നും നമ്മൾ പഠിച്ചില്ല. ആ, 2 വേവും കൂടെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് വേവ് എന്തായിരിക്കും? 2 വേവ് നമ്മൾ ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. 2 വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ സം ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദീസ് 2 വേവ്സ്. അതായത് കണ്ട എന്താ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പറയാം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് 2 വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുക, അതായത് 2 വേവ്സ് കമ്പൈൻ ചെയ്യുക. അപ്പൊ 2 വേവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു വേവ് ഉണ്ട്, ഓക്കെ. അടുത്തൊരു വേവ് ഉണ്ട്, ഓക്കെ. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, ഫ്രീക്വൻസി രണ്ടിന്റെയും സെയിം ആണെന്ന് വിചാരിക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, 2 എണ്ണം കമ്പൈൻ ചെയ്ത് നമുക്ക് പുതിയ ഒരെണ്ണം കിട്ടുന്നു. അപ്പൊ ഇവിടെ ഒരു വേവ് ഉണ്ട്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ഇതൊക്കെ അറിയാലോ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? മാക്സിമം ഡിസ്റ്റർബൻസ് ഇൻ 1 ഡയറക്ഷൻ. അതിനാണ്, അതായത് ഒരു വേവ്, ഇതാണ് വേവ് എങ്കിൽ ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയാ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ 2 വേവ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ A1 എന്ന് കൊടുത്തു, ആൻഡ് സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ A2 എന്ന് കൊടുത്തു. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, ഇത് രണ്ടും കൂടി 2 വേവ്സും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവുക? പുതിയൊരു വേവ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ പുതിയ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദീസ് 2 വേവ്സ്. അതായത് ഇവരുടെ രണ്ടിന്റെയും കൂടി പുതിയ നമുക്കൊരു വേവ് കിട്ടി, ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വേവ് ഈസ് ദ വെക്ടർ സം ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദീസ് 2 വേവ്സ്. ഈ 2 വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടെ കമ്പൈൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആയിട്ടുള്ള ന്യൂ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. 2 വേവ്സ് തന്നിട്ടുണ്ടെങ്കിൽ
ജനറൽ കൺസെപ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. രണ്ട് വേവ്സ് ഉണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ കേസ് ആയാലും എന്തിന്റെ കേസ് ആയാലും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാം എന്തായിരിക്കും? ഇസ് എ വെക്ടർ സം ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദീസ് ടു വേവ്സ്. രണ്ടുപേര് കമ്പൈൻ ചെയ്യുന്നു, പുതിയൊരു പ്രോഡക്റ്റ് ആവുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എഴുതി വെച്ചോ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്താൽ മതി. മെറ്റീരിയൽ പ്രിൻസിപ്പിൾ ആയിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി തന്നില്ലെങ്കിൽ ജസ്റ്റ് റഫ് ആയിട്ട് എഴുതി വെച്ചോ. അത് ഡെറിവേഷൻ മാത്രമല്ലേ തന്നിട്ടുള്ളൂ. അതിന്റെ സൈഡിൽ തന്നെ മെറ്റീരിയൽ തന്നെ എഴുതിയാലും മതി, കുഴപ്പമില്ല. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാൽ മതി. കൺസിഡർ ടു വേവ്സ്. ഞാൻ മെയിൻ പോയിന്റ് മാത്രം പറഞ്ഞു പോയാൽ മതിയില്ലേ? ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ്, രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ജസ്റ്റ് റഫ് ആയിട്ട് വായിച്ചാൽ മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതിയാൽ മതി. റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ്, ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ്, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി, അങ്ങനെ എന്തായിക്കോ എന്തോ ആയിക്കോട്ടെ. റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് ഇസ് എ വെക്ടർ സം ഓഫ് displacement of individual waves. Vector sum of displacement of individual waves. ഇനി അടുത്ത നമ്മൾ ഡെറിവേഷൻ ആണ് പറയാൻ പോകുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ വരുന്ന ഡെറിവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ആ വലിയ ഡെറിവേഷൻ കണ്ട, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, മെറ്റീരിയലിലുള്ള ഡെറിവേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എഴുതിക്കോ, സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. കൺസിഡർ ടു വേവ്സ് of amplitude. Consider two waves of amplitude A1 and A2. Consider two waves of amplitude A1 and A2 having same frequency. According to the principle of superposition. Having same frequency with a phase difference phi എന്നും കൂടെ കൊടുത്തു. അതൊക്കെ എന്താണെന്ന് അറിയാല്ല. വേവ്സ് പഠിച്ചിട്ടുള്ളതാണ്. ഫേസ് ഡിഫറൻസ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വിത്ത് എ ഫേസ് ഡിഫറൻസ് ഫൈ, അതായത് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ആണ്, പിന്നെ ഒരു ഫേസ് ഡിഫറൻസ് ആ വരുന്നത്. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുക? അതിന്റെ ഒരു ഡിഗ്രിയിൽ വരുന്ന ഒരു ചേഞ്ച്, ആ ഡിഫറൻസ് ആണ് അവർ തമ്മിലുള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ട് വേവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് y1 ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് y2 ആണെന്ന് വിചാരിക്കുക. പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എന്താ നമ്മൾ പറയാ? റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? y is equal to y1 plus y2. ഓക്കെ, വേവ്സിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേവിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? രണ്ട് വേവ്സ് ഉണ്ടെന്ന് പറയാം. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ? കൺസിഡർ ടു വേവ്സ് ഓഫ് ഫ്രീക്വൻസി സെയിം ആണ് രണ്ടിന്റെയും. ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആൻഡ് സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A2. ഓക്കെ, ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേവ് ഇക്വേഷൻ പഠിച്ചപ്പോ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താ? ഒരു വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ y is equal to a sin omega t, ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഓസിലേഷൻ ചാപ്റ്റർ തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് വേവിന്റെ ഇക്വേഷൻ. ജ്യോതിസേ ഇക്വേഷൻ ഓർമ്മയുണ്ടാ? ഞാനാണ് പഠിപ്പിച്ചത്. മനസ്സിന് ഓർമ്മയുണ്ടാ? y is equal to a sin omega t. ബാക്കിയുള്ളവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയണമല്ലോ, പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. y is equal to a sin omega t. ഓസിലേഷന്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ വലിയ ഇക്വേഷൻ ഒക്കെ എഴുതിപ്പോയത് ഓർക്കുന്നുണ്ടോ? സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഓക്കെ, അതിൽ y is equal to a sin omega t എന്ന് പറഞ്ഞ വേവിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ പഠിച്ചായിരുന്നു ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേവിന്റെ ഞാൻ y is equal to a1 sin omega t എന്ന് കൊടുത്തു, y1, ആൻഡ് സെക്കൻഡ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ a2 sin omega t. ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നത്? ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, ഫ്രീക്വൻസി സെയിം ആണ്, പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്നാ പറഞ്ഞു തന്നത്? ഫേസ് ഡിഫറൻസ് ഡിഫറെന്റ്. അപ്പൊ ഞാൻ ഇതൊരു ഇപ്പൊ 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇതിനെന്തായിരിക്കും പ്രത്യേകത? അപ്പൊ ഒരു ഡിഫറൻസ് ഉണ്ട്, എക്സാക്ട് 45 ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ +5 എന്നും കൂടെ അതിന് കൊടുത്തു. ഓക്കെ, ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി +5 എന്ന് കൊടുത്തു. ഇനി അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ട് വേവ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ആംപ്ലിറ്റ്യൂഡിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് വേവ്സ് വന്നിട്ടുണ്ട്. y1 is equal to a sin omega t and y2 is equal to a2 sin omega t +5. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയാനാണെങ്കിൽ റിസൾട്ടന്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി
ആഡ് ചെയ്താൽ മതി. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ എഴുതി വെച്ചേക്കണം വായിച്ചേ. The resultant displacement at any point is the vector sum of displacement of individual wave. രണ്ട് വേവ്സ് വന്നിട്ടുണ്ട്, രണ്ട് വേവ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതിക്കോട്ടോ. The displacement of y1 equal to a1 sin omega t, അത് എഴുതിക്കാൻ y2 equal to a2 sin omega t plus 5. y1 equal, അത് വരക്കണമെന്നൊന്നുമില്ല, പിന്നെ ജസ്റ്റ് എഴുതിയാൽ മതി. y1 equal to a1 sin omega t and y2 equal to a2 sin omega t plus 5. ഇത് കഴിഞ്ഞിട്ട് എഴുതാം according to the principle of superposition. According to the principle of superposition, y equal to y1 plus y2. According to the principle of superposition, y equal to y1 plus y2. ഇനി ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്തു പോവാം. y is equal to y1 ന്റെ വാല്യൂ എത്രയാ നോക്കി പറഞ്ഞേ. y1 ന്റെ വാല്യൂ എന്താ? a1 sin omega t, and what is the value of y2? a2 sin omega t plus 5. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് കിടക്കുന്നത് എന്ത് ഫോമിലായി കിടക്കുന്നത്? ഇതെന്ത് ഫോമില കിടക്കുന്നത്? സൈൻ എ പ്ലസ് ബി ഫോമില കിടക്കുന്നത്. അപ്പൊ സൈൻ എ പ്ലസ് ബിയുടെ ഫോമുല നമുക്കറിയാം. സൈൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്താ വരിക? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അതിന്റെ രീതിയിൽ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. മറ്റേത് സെയിം ആയിട്ട് അങ്ങനെ തന്നെ എഴുതാം. y ഇസ് ഈക്വൽ ടു a1 സൈൻ ഒമേഗ ടി പ്ലസ്, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, a2 സൈൻ എ. ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതാം. സൈനയുടെ പ്ലേസിൽ എന്താ? ഇനി ഫുള്ള് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാ. ഫിസിക്സ് ഇത്ര പറയാനുള്ളൂ, ഇനി സ്റ്റെപ്സ് മാത്രമേ വരുന്നുള്ളൂ. നോക്കിക്കേ, സൈൻ എ എന്ന് പറയുമ്പോ എന്താ വരിക? സൈൻ ഒമേഗ ടി. സൈൻ എ കോസ് ബി എന്താ വരിക? നോക്കി പറഞ്ഞു എന്നിട്ട് എഴുതാം. കോസ് ബി എന്താ വരിക? പറയ്. കോസ് 5 പ്ലസ് അടുത്തത് കോസ് എ കോസ് ഒമേഗ ടി പ്ലസ് സൈൻ 5. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതി. y is equal to a1 sin omega t ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പ്ലസ് a2 sin omega t cos 5 plus a2 cos omega t cos omega t sin 5. ഓക്കെ, എഴുതിയാ? ഇനി നോക്കിക്കേ, ഇവിടെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? അത്ര എഴുതിയാ? ഇനി ബാക്കി കോമൺ ടേംസ് നോക്കിയാൽ മതി. അവിടെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇവിടെ നോക്കിക്കേ, ഇതിൽ രണ്ടിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? സൈൻ ഒമേഗ ടി കോമൺ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഒമേഗ ടിനെ പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളത് a1, ഇവിടെ എന്താ ഉള്ളത്? ബാക്കിയുള്ളത് പറഞ്ഞേ, a2 പ്ലസ് കോസ് 5. അപ്പൊ a1 പ്ലസ് a2 കോസ് 5 കോമൺ ആയിട്ട് ആരെ എടുത്തത്? സൈൻ ഒമേഗ ടി പ്ലസ് a2 കോസ് ഒമേഗ ടി സൈൻ 5. ഓക്കെ, ഇനി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. ശ്രദ്ധിച്ചേ, a1 പ്ലസ് a2 കോസ് 5 ഞാൻ a കോസ് തീറ്റ എന്ന് എടുക്കാൻ പോണേ. ഓക്കെ, പുട്ട് a1 പ്ലസ് a2 കോസ് 5 ഈക്വൽ ടു a കോസ് തീറ്റ ആൻഡ് ഇവിടത്തത് a2 സൈൻ 5ക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് 5യുടെ ടേംസ് ഉള്ളതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. a1 പ്ലസ് a2 കോസ് 5 ഈക്വൽ ടു a കോസ് തീറ്റ ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? a2 sin 5 equal to a sin theta. This is equation number 1 and this is equation number 2. Okay, ഇനി എന്ത് ചെയ്യാം? അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ റിസൾട്ടിങ് ഇക്വേഷൻ എന്തായി? y is equal to, റിസൾട്ടിങ് ഇക്വേഷൻ എന്ത് കിട്ടി? a1 plus a2 cos 5 യുടെ പ്ലേസിൽ എന്ത് വരും? എന്താ വരാ? a cos theta. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? a cos theta കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? സൈൻ ഒമേഗ ടി പ്ലസ് ബാക്കി പറഞ്ഞേ. ബാക്കി ഇവിടെ ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? നോക്കിക്കേ, a2 സൈൻ 5ക്കാണ് നമ്മൾ എന്ത് കൊടുത്തത്? a സൈൻ തീറ്റ എന്ന് കൊടുത്തത്. ബാക്കി അവിടെ എന്താ ഉള്ളത്? കോസ് ഒമേഗ ടി. അപ്പൊ എന്ത് വന്ന്? a സൈൻ തീറ്റ കോസ് ഒമേഗ ടി. ഇത് എന്ത് ഫോമിലായി കിടക്കുന്നത്? y is equal to, എനിക്ക് ഇങ്ങനെ എഴുതിക്കോട്ടെ, സൈൻ
ഒമേഗ ടി പ്ലസ് തീറ്റ. ഈ ഫോമിലല്ലേ ഇത് കിടക്കുന്നത് അല്ലേ? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു തിരിച്ചിട്ടാ മതി. സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ആ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ ഇതങ്ങ് എഴുതാം. ഇത്ര എഴുതിക്കേ. ഇത്ര എഴുതിയിട്ട് ആംപ്ലിറ്റ്യൂഡ് പറയാം. ഇവിടെ വരെ മനസ്സിലാക്കി എഴുതണേ. ഏതാണ്? അത് എ ഉണ്ട്. അത് അപ്പുറത്തേക്ക് ഇട്ടാ മതി. ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി, പ്രശ്നമില്ല. ഓ സോറി. ഒന്നില്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എ ഇട്ടാലും മതി, പ്രശ്നമില്ലല്ലോ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? കാണുന്നില്ലേ? ബോർഡ് കാണുന്നില്ലേ? മൈക്കൊന്ന് ഓൺ ചെയ്ത് പറയട്ടാ, ഞാൻ കണ്ടില്ലെങ്കിൽ. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ പറയണോട്ടാ. ഓക്കെ, എഴുതി കഴിഞ്ഞ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ 1നെയും 2നെയും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ കിട്ടും. സ്ക്വയറിംഗ് ആൻഡ് ആഡിങ് ഇക്വേഷൻ 1 and 2. വണ്ണിനെയും 2നെയും സ്ക്വയർ ചെയ്യുക ആൻഡ് ആഡ് ചെയ്യുക. നോക്കിക്കേ, അപ്പൊ ഇതിന് ആഡ് ചെയ്യുമ്പോ എന്ത് വരും? എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ആ സൈഡ് സ്ക്വയർ ചെയ്യുമ്പോ എന്ത് വരും? a1 പ്ലസ് a2 കോസ് ഫൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് a2 സൈൻ ഫൈ സ്ക്വയർ. നിങ്ങൾക്ക് ബോർഡ് കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സയൻസ് ബോർഡ് കാണുന്നുണ്ടോ? ഐശ്വര്യ, ആദിതി, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താ ചെയ്യാ? ഇതങ്ങ് ഓപ്പൺ ചെയ്താൽ മതി. ഇതെന്തായി? ഇവിടെ എന്തായി? എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? വാല്യൂ എന്തായി അവിടെ? 1. ഇനി ഇതിനെ എന്ത് ചെയ്യാ? ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോ എന്ത് വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇനി നോക്കിക്കേ, കഴിഞ്ഞു. ഇതും കൂടെ ഉള്ളത്. എ സ്ക്വയർ ഞാൻ കോമൺ ആക്കി. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായി? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി. ഇനി ഇവിടെ ഉള്ള എന്താ ഉള്ളത്? ഇവിടെ നോക്കിക്കേ, a2 സ്ക്വയർ കോസ് ഫൈ പ്ലസ് a2 സ്ക്വയർ സൈൻ ഫൈ. a2 സ്ക്വയർ നമുക്ക് അവിടെ എന്തായിട്ട് എടുക്കാം? കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ a1 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ പ്ലസ് a2 സ്ക്വയർ കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കോസ് ഫൈ സ്ക്വയർ പ്ലസ് സൈൻ ഫൈ സ്ക്വയർ. അതിന്റെ വാല്യൂ എന്തായി പോയി? 1 ആയി പോയി. അപ്പൊ ബാക്കിയുള്ളത് എ സ്ക്വയർ ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ പ്ലസ് a2 സ്ക്വയർ. അപ്പൊ എ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ? എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ. ഓക്കെ, മനസ്സിലായോ? ഇനി കോസ് ഫൈയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ഇഫ് കോസ് ഫൈ ഈക്വൽ ടു 1, ഇക്വേഷൻ ബിക്കം എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 പ്ലസ് a2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. മനസ്സിലായോ? ഇനി മിനിമം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? എ മിനിമം ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1
മൈനസ് അല്ലെങ്കിൽ a1 മൈനസ് a2 ദ ഹോൾ സ്ക്വയർ. അത്രയല്ലേ ഉള്ളു. കാണുന്നില്ലേ? ഓക്കെ, ഇനി കഴിഞ്ഞു നിർത്തി. ഞാൻ ഇത്ര എഴുതി കഴിഞ്ഞ അടുത്ത് വെക്കല്ലേ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ഇന്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും എങ്ങനെയിരിക്കും? ഒരു വേവിന്റെ ഇന്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡും എങ്ങനെയിരിക്കും? ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ ആ വേവിന് ഇന്റൻസിറ്റിയും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇന്റൻസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് അല്ലേ? അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും? ഇന്റൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഐ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ വരും? ഇന്റൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അത് റൂട്ട് ഐ സ്ക്വയർ, ഇന്റൻസിറ്റിയുടെ സ്ക്വയറാ പറയുന്നത്. അപ്പൊ ഇന്റൻസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്, അതിലേക്കാ വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിട്ടായിരിക്കും വരിക. ഞാൻ കണക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയാ പറഞ്ഞത്. ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ മാക്സിമം ഈക്വൽ ടു റൂട്ട് ഓഫ് a1 പ്ലസ് a2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇത്രയും എഴുതി കഴിഞ്ഞാ എന്നാ എഴുതിക്കോ, പോയിന്റ് എഴുതിക്കോ, എന്നിട്ട് നമുക്ക് നിർത്താം. ഇന്റൻസിറ്റി ഐ, ഇത് മാക്സിമം മിനിമം എഴുതിയല്ല ആംപ്ലിറ്റ്യൂഡിന്റെ. ഇനി എഴുതിക്കോ, ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? മാക്സിമം മിനിമം ആണെങ്കിൽ എങ്ങനെ വരും? അപ്പൊ ഇത് മാക്സിമം, ഇന്റൻസിറ്റിയുടെ മിനിമം ആവുമ്പോ എങ്ങനെ വരും? മൈനസ് വരും. നാളത്തെ കൊണ്ട് ഏകദേശം ആക്കാം ചാപ്റ്റർ. നാളെ ഇന്റർഫറൻസ് ചെയ്യാൻ ചാപ്റ്റർ തുടങ്ങും. ഇത്രയും നാളെ അപ്പൊ എന്താ ചെയ്തിട്ട് വരേണ്ടത്? ആ ഹോംവർക്ക് ഉള്ളതൊന്നും ചെയ്തിട്ട് വേണം വരാൻ. പറ്റുമെങ്കിൽ ഡെറിവേഷൻ ഒന്ന് നോക്കിയിട്ട് വരുമോ? സിമ്പിൾ അല്ലേ? ആകെ കൺസെപ്റ്റ് ഇത്രയും മനസ്സിലാക്കി, ബാക്കി എല്ലാം മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ വെക്ടർ സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അറ്റൻഡൻസ് എടുത്തിട്ട് പോകാൻ പോലെ. ഓൺലൈനിൽ ആരും ലെഫ്റ്റ് ആവല്ലേ കേട്ടോ.